എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ വിഷു ഒക്കെ അല്ലേ, നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. ഇന്നൊരു ക്യാരറ്റ് വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിൽ ഇട്ടിട്ട് ഇതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് കുതിർക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ച് വെള്ളം നന്നായി തിളച്ച് അപ്പോൾ നമ്മൾ ഈ കുതിർത്ത ചൗവരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം. കണ്ടല്ലോ, അപ്പോൾ ചൗവരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞൊരു പാൻ അടപ്പ വെച്ച് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നെയ്യിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, അപ്പോൾ അതും ഫ്രൈ ആയിട്ടുണ്ട്. നെയ്യിൽ നിന്ന് അതും ഇനി മാറ്റാം. എന്നിട്ട് ആ നെയ്യിലേക്ക് 1 കപ്പ് ക്യാരറ്റ് തിരികിയത്. ഇനി ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഉണ്ടല്ലോ, അപ്പം ക്യാരറ്റ് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അന്നേരം വേവിച്ച ചൗവരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചതാണ് കേട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ക്യാരറ്റും ചൗവരിയും പാലും എല്ലാം കൂടെ നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വെന്ത് കുറുവണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാര, നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. കണ്ടല്ലോ, അപ്പം പായസം നന്നായിട്ട് തിളച്ച് കുറുവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചത്, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, എന്നുവെച്ചാൽ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റി അത് കഴിഞ്ഞ് തിളച്ച പാലാണ് ചേർത്ത്, പിന്നെ ചൗവരി വേവിച്ചിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് പിന്നെ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ചൗവരിയും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് മിക്സ് ആയാൽ മതി. കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ സ്വീറ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.